ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. മുഹറം 10 സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യൗമുൻ മിൻ അയ്യാമില്ലാ, അള്ളാഹു അവൻ്റെ മുസ്ലിമീങ്ങളായ അടിമകളുടെ ശത്രുക്കളുടെ മേൽ ഇടപെടൽ നടത്തിയ ദിവസം എന്നാണ്. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബനീ ഇസ്രായേലിന്റെ ശത്രുക്കളായ ഫിറൗനെയും അവൻ്റെ അനുയായികളെയൊക്കെ നശിപ്പിച്ച ദിവസം. ഈ ദിവസം നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മുടെ കുടുംബാദികൾക്ക് ഭക്ഷണ വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് സംബന്ധമായ ഹദീസ് അത്ര പ്രബലമല്ലെങ്കിലും സ്വീകാര്യോഗ്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സന. മുഹറം 10 ദിവസം തൻ്റെ കുടുംബക്കാർക്ക്, ആശ്രിതർക്ക് ആരെങ്കിലും ഭക്ഷണ വിശാലത ചെയ്തു കൊടുത്താൽ അള്ളാഹു ഒരു വർഷം, വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവനും അവന് അള്ളാഹു സാമ്പത്തിക വിശാലതയും ഭക്ഷണ വിശാലതയും ചെയ്തു കൊടുക്കും. അപ്പം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം, നല്ല സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ ഒരു വർഷം അള്ളാഹു നമുക്ക് സൗകര്യങ്ങളും ഭക്ഷണ വിശാലതയും ചെയ്തു തരുമെന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് അനുഭവമുണ്ട്, എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ 50-60 വർഷക്കാലം എനിക്കിത് അനുഭവമുണ്ട് എന്ന് പറഞ്ഞ പല മഹത്തുക്കളുമുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. കഴിയുന്നത്ര വിശാലത ഭക്ഷണ കാര്യത്തിലെല്ലാം ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ കുടുംബാദികൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് രണ്ടുമല്ലാതെ നമുക്കിടയിൽ നടക്കുന്ന ചില അനാചാരങ്ങളുണ്ട് മുഹറം 10 ബന്ധപ്പെട്ട്. അതൊന്നും പരിശുദ്ധമായ രീതിയിൽ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഷിയാ വിഭാഗക്കാർക്കിടയിൽ നടക്കുന്ന ഒന്നാണ് മുഹറത്തെ ഒരു ദുഃഖാചരണമായി കണക്കാക്കുക എന്നുള്ളത്. ഷിയാക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇറാനിലും ഇറാഖിലും ഇന്ത്യയിലെ തന്നെ ബോംബെയിലും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലേക്ക് ഇന്ന് ദുഃഖ ആചരണമായി, അതിൻ്റെ ഭാഗമായി കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക, ഘോഷയാത്രകൾ നടത്തുക, കൈവിരലുകൾക്കിടയിൽ ബ്ലേഡും കുപ്പിച്ചിലുകളും വെച്ചുകൊണ്ട് ശരീരത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് യാ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ട് ദുഃഖാചരണങ്ങൾ പ്രകടിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. സത്യത്തിൽ മുഹറം 10 ദുഃഖകരമായ സംഭവമാണ് ഹിജറയുടെ 61-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതൊരു ദുഃഖകരമായ സംഭവമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്ത് 33 കുത്തുകളും 34 വെട്ടുകളും ഉണ്ടായിരുന്നു. അതിദാരുണമായിട്ടാണ് പ്രവാചകന്റെ പൗത്രൻ കൊല്ലപ്പെട്ടത്. നബി ഏറെ സ്നേഹിച്ച ഹസനെയും ഹുസൈനെയും ചൂണ്ടി നബി പറഞ്ഞത്, ഇവരെ സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചു, ഇവരെ വെറുത്തവർ എന്നെ വെറുത്തു എന്നാണ്. അപ്പൊ അവരോടുള്ള സ്നേഹം നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഈ ഭൂമിയിലെ റോസപുഷ്പങ്ങൾ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്നാണ് പ്രവാചകൻ അവരെ വിശേഷിപ്പിച്ചത്. അവർ കൊല്ലപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമെന്ന കാര്യം നബിക്ക് പോലും അറിയാമായിരുന്നു. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വിശ്വാസങ്ങൾക്ക് വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, നബിയെ, അങ്ങയുടെ പുത്രൻ ഹുസൈൻ കൊല്ലപ്പെടും. ചെറിയ കുട്ടിയാണ് ഹുസൈൻ. അന്ന് നബിയോട് ജിബ്രീൽ പറയണം, ഈ കുട്ടി കൊല്ലപ്പെടും, ഇവൻ കൊല്ലപ്പെടുന്ന മണ്ണ് വേണമെങ്കിൽ അങ്ങയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജിബ്രീൽ ഇറാഖിലെ കൂഫയിലെ മണ്ണെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മണ്ണിലായിരിക്കും ഹുസൈൻ കൊല്ലപ്പെടുക എന്ന്. അപ്പോൾ അത് പടച്ചവന്റെ അലംഘനീയമായ ഒരു തീരുമാനമാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്ന യസീദിനെ ബൈഅത്ത് ചെയ്യാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. യസീദ് അതിന് അർഹനായിരുന്നില്ല, മതപരമായി ഒരു ഖിലാഫത്തിന് അർഹനായിരുന്നില്ല യസീദ്. അതുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാതിരുന്നത്. അതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് സിറിയയിലെ ഡമാസ്കസിലെ ഖലീഫയായി വാണിരുന്ന യസീദ് കൂഫയിലെ തന്റെ ഗവർണറായ ഇബ്നു സിയാദിനെ കൊണ്ട്, പട്ടാളത്തെ കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ശരീരം ഇന്ന് കൂഫയിൽ, ഇറാഖിലുണ്ട്, ഉടൽ ഈജിപ്തിലുമുണ്ട്. ആ രീതിക്ക് അതിദാരുണമായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തോട് കർബലയിലേക്ക് പോകരുതെന്ന് പലരും പറഞ്ഞതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ദിനേന എന്നോണം ഒരു ദിവസം 60 കത്തുകൾ വീതമാണ് കർബലയിൽ കൂഫയിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കിട്ടിയത്. നിങ്ങൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വരണം, ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവസം 60 കത്ത് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇത്രയും ആത്മാർത്ഥമായിട്ട് ആ നാട്ടുകാരെ ക്ഷണിച്ചപ്പോൾ പോകൽ എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് റസൂലുള്ളാഹി പോയത്. പക്ഷേ അവർ ചതിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതിദാരുണമായി അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ആ സംഭവത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആര് മരിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തിലധികം ദുഃഖാചരിക്കാൻ പാടില്ല. ആര് മരിച്ചാലും അതിൽ ഉപരി ഉള്ളത് ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് മാത്രമാണ് 4 മാസം 10 ദിവസം. അതുകൊണ്ട് ആ ഒരു സംഭവത്തിന്റെ പേരിൽ ഇങ്ങനെ വർഷങ്ങളോളം ദുഃഖം ആചരിക്കുന്ന ഷിയാക്കളുടെ നിലപാട് അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് പാടില്ല. ഇന്ന് നമ്മൾ നോമ്പനുഷ്ഠിക്കുക, പടച്ചോനോട് പ്രാർത്ഥിക്കുക, ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണ വിശാലതകൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് അടിസ്ഥാനമുള്ള കാര്യം. അത് നമ്മൾ നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഇസ്ലാമിക ലോകത്തിന് സമൂഹത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.